എന്ത് പറയുന്നു? കണ്ടില്ലേ? ഓ, ഈ യൂസ്ലെസ് ഉണ്ടായിരുന്നോ? ഏയ് വേണ്ട. ഋതിക മോള് ഞാൻ വിളിച്ചിട്ട് വന്നതാ. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങളെ വീട്ടില്, എന്റെ മുന്നിൽ വേണ്ട ദീപക്കെ. പിന്നെ മോളെ, ഞാൻ മോളെ വിളിപ്പിച്ചത് ഒരു ഇലക്ഷൻ ഡീലിന് തന്നെയാ, ഒരു സംശയവും വേണ്ട. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താനും മറ്റുമാണെങ്കിൽ അതൊന്നും വേണ്ട, അതൊന്നും നടക്കില്ല. അതൊന്നും മോളുടെ കൂടെ ചെലവാവില്ലെന്ന് ഈ അനന്തനങ്ങളിന് വ്യക്തമായിട്ട് അറിഞ്ഞൂടെ? അതുകൊണ്ട് ഇത് വേറൊരു ആയുധമാണ്. ഇത് മറ്റൊരാൾക്കിട്ട് പ്രയോഗിക്കാൻ ഞാൻ സൂക്ഷിച്ചിരുന്ന ആയുധമാണ്. പക്ഷേ അതിപ്പോ ഇവിടെ എടുക്കേണ്ടി വന്നിരിക്കുന്നു. പണ്ട് ഭാരത യുദ്ധത്തിൽ അർജുനൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അർജുനനെ കൊല്ലാൻ കർണൻ കാത്തു സൂക്ഷിച്ചിരുന്ന വേൽ എന്നൊരായുധം മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ ഖഡോൽഗജനിട്ട് പ്രയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഖഡോൽഗജൻ ചത്തു, അർജുനൻ രക്ഷപ്പെട്ടു. എക്സാമ്പിൾ പറഞ്ഞു നിൽക്കാതെ നിങ്ങൾ കാര്യം പറയും. കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഇലക്ഷന് ഞങ്ങൾക്ക് ജയിക്കണം. ഞങ്ങൾ ജയിക്കണമെങ്കിൽ മോള് വിചാരിച്ചാലേ നടക്കൂ. ഞാൻ എന്റെ അച്ഛനെ ചതിക്കാൻ കാലു മാറണമെന്നാണോ പറയുന്നത്? നിങ്ങൾ ഇത്ര വിഡ്ഢിയായി പോയല്ലോ മനുഷ്യൻ. ഞാനൊരു വിഡ്ഢിയല്ലെന്ന് തൊട്ട് പുറകെ മോൾക്ക് മനസ്സിലാവും. ഒരു വാക്കുകൊണ്ടോ കുറെ കോടികൾ കൊണ്ടോ മോളുടെ മനസ്സ് മാറ്റാൻ പറ്റില്ലെന്ന് ഈ അനന്തപിള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഈ വേല് ഞാൻ പുറത്തെടുത്തത്. മോൾക്ക് അച്ഛൻ ഇലക്ഷനിൽ ജയിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ മുന്നണി ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. മോളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണമെന്ന ലക്ഷ്യം. അതാണ് മോളുടെ സ്വപ്നം, അല്ലേ? എന്താ സംശയം? ഏതൊരു മകളുടെ സ്വപ്നം അങ്ങനെ ആയിരിക്കില്ലേ? ഓഫ് കോഴ്സ്. അപ്പോ മോളൊന്ന് കാലു മാറേണ്ടി വരും. പ്രതാപവർമ്മയും പത്മയും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ ഏക എവിഡൻസ് ആ ജഗന്നാഥനായിരുന്നു, അല്ലേ? Am I right? അതെ, ജഗന്നാഥൻ അങ്കിളിനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊന്നു കളഞ്ഞില്ലേ? അവൻ ചത്തിട്ടില്ല മോളെ. യെസ്, ജഗന്നാഥൻ ചത്തിട്ടില്ല. ഈ അങ്കിൾ ആരാ മോൻ? അന്ന് ഹോസ്പിറ്റൽ ICUയിൽ നിന്ന് അവനെ ഞാനിങ്ങ് തട്ടിക്കൊണ്ടുപോന്നു. അതെ, ഐ ആം ടെലിംഗ് ദ ട്രൂത്ത്. ഞാനിതാ കാണിച്ചു തരാം. See?